പ്രിയ ബന്ധുജനങ്ങളെ, നാം ജീവിക്കുന്ന പ്രദേശങ്ങളെയും അവിടങ്ങളിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, സവിശേഷത കൊണ്ട് വാർത്താപ്രാധാന്യം നേടിയ സ്ഥലങ്ങൾ, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഇടം പിടിച്ച ക്ഷേത്രങ്ങൾ, സ്ഥലങ്ങൾ എന്നിവയും കേട്ടറിവിലും നാട്ടറിവിലും പ്രചരിതമായവയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടുമടങ്ങാവുന്ന രീതിയിൽ വലിയ മുന്നൊരുക്കങ്ങളൊന്നുമില്ലാതെ ചെറുയാത്രകൾ ചെയ്യുവാൻ നമ്മൾ കുറച്ച് സഹപാഠികൾ തീരുമാനിക്കുന്നു. ഈ പ്രോഗ്രാമിന് നാടറിയാം കൂട്ടുകൂടാം എന്ന പേരും നൽകുന്നു. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ തന്നെ ചില ക്ഷേത്രങ്ങളും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളും നമ്മൾ സന്ദർശിച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇത്തവണ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നത്. ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ സമയം ഏതാണ്ട് സന്ധ്യയായിരുന്നു. വൈദ്യുത ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രകാശപൂർണമായ ഗീതോപദേശം അവിടെ കാണാം. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സന്യാസിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ദുഷ്ടന്മാരെ വിനാശീകരിക്കുന്നതിന് വേണ്ടിയും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു കൃഷ്ണ. ഞങ്ങൾ നേരെ ശ്രീകോവിലിനെ ലക്ഷ്യമാക്കി നടന്നു. ഉത്സവ ദിവസം ആയിരുന്നത് കൊണ്ടായിരിക്കാം ഭക്തജനങ്ങളുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഞങ്ങൾ നേരെ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി. ഭഗവാൻ കൃഷ്ണൻ, ഉണ്ണിക്കണ്ണൻ അങ്ങനെ പൂർണ്ണ രൂപത്തിൽ വിരാജിക്കുകയാണ്. നൂറുകണക്കിന് ഭക്തജനങ്ങൾ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആ തിരുനടയിൽ വച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ ആർദ്രമായി. തൊഴുതുമടങ്ങുന്ന ഭക്തജനങ്ങളെ കണ്ട് ഞങ്ങളും തിരിച്ചു നടന്നപ്പോൾ ആണ് അമ്മച്ചിപ്പിലാവ് ദൃഷ്ടിയിൽപ്പെട്ടത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ 8 വീട്ടിൽ പിള്ളമാരിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം ഒരു കവചമായി മാറിയ അമ്മച്ചിപ്പിലാവ്. ആ വൃക്ഷമാതുലിനെ വണങ്ങി. ഏതായാലും ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ സമിതി ആ വൃക്ഷമാതുലിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ശ്രീകോവിലിന് പുറത്തിറങ്ങി. ഉത്സവ ദിവസമായിരുന്നത് കൊണ്ടായിരിക്കാം പല വിധത്തിലുള്ള കലാപരിപാടികളും സംഗീത കച്ചേരികളും അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് സമയം അതെല്ലാം ഒന്ന് വീക്ഷിച്ചു. കുറച്ച് സുഹൃത്തുക്കളെയും കണ്ടു. ഞങ്ങൾ നേരെ നടന്ന് ക്ഷേത്രത്തിന് പുറത്തിറങ്ങി. ഗീതോപദേശം അപ്പോഴും അവിടെ തന്നെ അങ്ങനെ പൂർണ്ണ രൂപത്തിൽ വിരാജിക്കുകയാണ്. ഗീതോപദേശത്തിൻ്റെ മുന്നിൽ നിന്ന് ശ്രീകോവിലോട്ട് നോക്കിയാൽ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ മുഖം പ്രകാശപൂർണമായി നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിൽ വല്ലാത്ത ഒരു പ്രാർത്ഥന ഉടലെടുത്തു. നെയ്യാറ്റിൻകര വാഴുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണ, അങ്ങയുടെ തിരുമുമ്പിൽ ഒരു നെയ്വിളക്കായിട്ടെങ്കിലും അടുത്ത ജന്മം ഉണ്ടാകണേ എന്നൊരു പ്രാർത്ഥന. ഞങ്ങൾ സുഹൃത്തുക്കൾ തൽക്കാലത്തേക്ക് പിരിഞ്ഞു. ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഞങ്ങൾ നേരെ പോയത് ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെ വസിക്കുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രിയ സുഹൃത്തിൻ്റെ വീട്ടിലാണ്. അവിടെ
നമ്മുടെ പ്രിയ സുഹൃത്തിൻ്റെ അമ്മ നമ്മെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ എത്തി. വളഞ്ഞിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും സംസാരിച്ചു. പാടാൻ അറിയുന്നവരൊക്കെ പാട്ടുപാടി, കവിതകൾ ചൊല്ലാൻ അറിയുന്നവരൊക്കെ കവിതകൾ ചൊല്ലി, കേൾക്കാനും ആസ്വദിക്കാനും കഴിയുന്നവരൊക്കെ അത് ആസ്വദിക്കുകയും ചെയ്തു. പാടങ്ങളിൽ രാത്രി കുഞ്ഞാട നീയുന്നു കുന്തിങ്കളിൽ മഞ്ഞു പെയ്യുന്ന മാർഗഴി മാസം അന്നത്തെ നെറ്റുവിൻ്റെ വരുന്നില്ല വൈകിടേ. മടുത്തു വെണ്ണി കച്ചക്കരീരെ കറുത്ത വെണ്ണി ഒറ്റയ്ക്കിരുന്നു മടുത്തു വെണ്ണി. സ്വപ്നങ്ങൾ പങ്കിട്ടു ദുഃഖങ്ങൾ പങ്കിട്ടു, സ്വപ്നങ്ങൾ പങ്കിട്ടു ദുഃഖങ്ങൾ പങ്കിട്ടു. ഉച്ചത്തെ മാവിന്റെ കൊമ്പത്തിരിക്കാൻ അതിനുശേഷം സുഹൃത്തിൻ്റെ അമ്മ ഒരുക്കിയ ഭക്ഷണം നമ്മളെല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് അത് കഴിക്കുകയും അന്നത്തെ പ്രോഗ്രാം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പിരിയുകയും ചെയ്തു. നമസ്കാരം.